ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. LGS പരീക്ഷയ്ക്കുള്ള പരിശീലന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ആദ്യത്തെ ചോദ്യം: ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ബംഗാൾ. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചത് 2017. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ഗാന്ധി-ഇർവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡൽഹി ഉടമ്പടി. കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളായ വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നഭിപ്രായപ്പെട്ടത് സർദാർ പട്ടേൽ. താരാപൂർ ആണവ നിലയം പ്രവർത്തനമാരംഭിച്ചത് 1969. നറോറ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഒരു പൗരൻ്റെ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്. ഇന്ത്യ റിപ്പബ്ലിക് എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ഫ്രാൻസ്. 1-ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ KC നിയോഗി. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്നഭിപ്രായപ്പെട്ടത് അമർത്യ സെൻ. പഗ്മാർക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കടുവ. ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കാടുകൾ ഇലപൊഴിയും കാടുകൾ. നാഷണൽ വാട്ടർ വേ 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനഡ പുതുച്ചേരി. ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. 100 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 11. ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലുള്ള വെള്ളച്ചാട്ടം ലക്കം വെള്ളച്ചാട്ടം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. കേരളത്തിലെ തീരദേശ ദൈർഘ്യം 580. ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ? 2.76%. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2018 മാർച്ച് 21. കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? പ്രാകൃതം. പാണ്ഡവൻപാറ ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്ന ജില്ല തിരുവനന്തപുരം. രാജാ രവിവർമ്മ പുരസ്കാരം കേരള സർക്കാർ നൽകിത്തുടങ്ങിയ വർഷം 2001. DDTയുടെ കീടനാശക സ്വഭാവം കണ്ടുപിടിച്ചത് ആരാണ്? പോൾ ഹെർമൻ മുള്ളർ. ഓർഗാനിക് സംയുക്തങ്ങളുടെ പൊതുഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? കാർബൺ. പഞ്ചസാര ലായനിയുടെ ഫെർമെൻറ്റേഷൻ മൂലം ലഭിക്കുന്ന ആൽക്കഹോൾ എഥനോൾ. കുപ്രൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കോപ്പർ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിനുപയോഗിക്കുന്ന ലോഹസങ്കരമേത്? അൽനിക്കോ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി
ബന്ധപ്പെട്ടിരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം. തൃശ്ശൂരിൽ ഐക്യകേരള കൺവെൻഷൻ നടന്ന വർഷം 1947. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ. കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് എ വി കുഞ്ഞമ്പു. 2032 ഒളിമ്പിക്സ് നടത്തുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരം ബ്രിസ്ബെയിൻ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അനുവദിക്കുന്ന 2021 കേരള സാംക്രമിക രോഗ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് വീണ ജോർജ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 200 ഇടംകയ്യൻ ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ ലോകത്തിലെ ആദ്യ ബൗളർ എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം ആർ അശ്വിൻ. നിലവിലെ കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഓഖി ദുരന്ത സ്മാരക പാർക്ക് നിലവിൽ വന്നത് എവിടെ? പൊഴിയൂർ. ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ച തുടിയുരുളിപ്പാറക്കുന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. അതിഥി തൊഴിലാളിക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ആലൈ. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് ഉത്തരവിട്ട സുപ്രീം കോടതി ജഡ്ജി അരുൺ മിശ്ര. പോക്സോ നിയമം 2012 ഭേദഗതി ചെയ്ത വർഷം 2019. ഹോപ്പ് പ്രോബ് എന്ന പേരിൽ ചൊവ്വ ദൗത്യം വിക്ഷേപിച്ച രാജ്യം UAE. 2023 ഏഷ്യാകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ചൈന. ഇന്ദ്രിയാനുഭവങ്ങളുടെ എത്ര ശതമാനമാണ് കണ്ണുകൾ പ്രദാനം ചെയ്യുന്നത്? 80%. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ബാക്ടീരിയ രോഗം ടൈഫോയിഡ്. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഇൻസുലിൻ. 65 വയസ്സിനുമേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമിത്രം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം 2008. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാഭ. ഒരു ഫ്യൂസ് വയറിൻ്റെ പ്രധാന സവിശേഷത ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവും. അണുബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ച ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. വാക്വം ട്യൂബിൻ്റെ ഏറ്റവും ചെറിയ രൂപം ഡയോഡ്. റെക്റ്റിഫയറിൻ്റെ ധർമ്മം AC യെ DC ആക്കുന്നു.